ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ തലവനാകാനുള്ള ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇപ്പോൾ തീവ്രവാദ സംഘടനകൾക്കും മറ്റുമൊക്കെ ഫണ്ട് നൽകുകയും അവർക്ക് വേണ്ട സഹായം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന തുർക്കി എക്കാലവും പാകിസ്ഥാൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പം എന്നും ഉറച്ച നിലപാടുമായി നിൽക്കുന്ന രാജ്യം കൂടിയാണ് തുർക്കി. 2023 വരെ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ യോഗങ്ങളിലും കാശ്മീരിനെ എടുത്തു പറഞ്ഞുകൊണ്ട് കടന്നാക്രമിക്കുന്ന എർദോഗനെ അല്ല ഇന്നലെ UN ജനറൽ അസംബ്ലിയിൽ കണ്ടത്. കാശ്മീരിൻ്റെ വിഷയമേ അദ്ദേഹം പരാമർശിച്ചില്ല. ഇത് പാകിസ്ഥാനിലെ ഡോൺ പത്രമടക്കം വലിയ വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്തു. പാകിസ്ഥാനെ പൂർണ്ണമായി കൈവിട്ടുകൊണ്ട് തുർക്കിയുടെ ഈ മലക്കം മറിച്ചിൽ എന്ത് എന്നുള്ളതാണ് പിന്നീട് ഒരു അന്വേഷണം. ആ അന്വേഷണത്തിൽ തുർക്കി തങ്ങളുടെ സഖ്യം വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിലവിൽ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ് തുർക്കി. ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ എങ്ങനെയും കയറിപ്പറ്റുക അല്ലെങ്കിൽ ബ്രിക്സ് ഗ്രൂപ്പിലേക്ക് കയറിപ്പറ്റുക എന്നുള്ളതാണ് തുർക്കിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിൽ ഇന്ത്യയെ കൂടാതെ ചൈനയും റഷ്യയും ഈജിപ്തും സൗദി അറേബ്യയും UAEയും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലേക്ക് തുർക്കിക്ക് കൂടി കടന്നു കയറാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ്. ആ ശ്രമത്തിന് കടുത്ത ഇന്ത്യ വിരുദ്ധത കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്നത്. ആ ഗ്രൂപ്പിലേക്ക് കടന്നു കയറണമെങ്കിൽ ഈ ഇന്ത്യ വിരുദ്ധത കൊണ്ട് നടക്കാൻ കഴിയില്ല. കാശ്മീർ വിഷയം ഉന്നയിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ പാകിസ്ഥാനുമായി മുൻപോട്ട് പോകാനും കഴിയില്ല. കഴിഞ്ഞ ദിവസം നടന്ന കോഡ് ഉച്ചകോടിയിൽ എല്ലാ രാജ്യങ്ങളും അംഗരാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഭീകരവാദത്തിന് വളമേകുന്ന രാജ്യമെന്ന് പറയുക കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തുർക്കി മറുകണ്ഠം ചാടാൻ ശ്രമം ആരംഭിച്ചത്. ഇതിനു മുൻപ് തുർക്കി അത്തരത്തിലായിരുന്നില്ല. എല്ലാ സമ്മേളനങ്ങളും ഇല്ലെങ്കിൽ അത്തരം സെമിനാറുകളിലും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിലടക്കം കാശ്മീർ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എർദോഗൻ. ഏതായാലും ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. സ്വാഭാവികമായി എർദോഗൻ പ്രതികരിക്കുമെന്ന് ഏവരും കരുതിയെങ്കിലും അതുണ്ടായില്ല. ഇത് ഇന്ത്യയുടെ വിജയം, ഇന്ത്യയുടെ നയതന്ത്ര വിജയമില്ല, നരേന്ദ്രമോദിയുടെ വിജയമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആഗോളതലത്തിൽ പുതിയ ശാക്തിക ചേരികൾ രൂപം കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. കോഡ് സഖ്യം 2004 രൂപീകൃതമായതിനു ശേഷം പൊട്ടിപ്പൊളിഞ്ഞുപോയി. 2014 അദ്ദേഹം അധികാരമേറ്റെടുത്ത് 2017 ആ സഖ്യം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഒപ്പം തന്നെ ഈ ബ്രിക്സ് ഉച്ചകോടിയുടെ നട്ടെല്ലും ഇന്ത്യയാണ്. അവിടങ്ങളിലേക്കൊക്കെ കയറിപ്പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തുർക്കി ആലോചിക്കുന്നത്. അതിന് ഇനി പാകിസ്ഥാൻ്റെ പുറകിന് പോയിട്ട് വലിയ ഗുണമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം. ഏതായാലും പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമായിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.